ഇന്ത്യയും യു.എസും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫോണിൽ സംസാരിച്ചു. ഇന്ത്യയെ വരുതിയിലാക്കാൻ ശ്രമിച്ച ട്രംപ് അതിനി നടക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെ മറ്റു രാജ്യങ്ങളെ വെച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിപ്പിക്കുകയായിരുന്നു. അതിനുള്ള ഒറ്റ ഉദാഹരണമാണ് ഇന്ത്യക്ക് മേലുള്ള മെക്സിക്കോയുടെ തീരുവ. അതുകൊണ്ട് തന്നെ നയതന്ത്ര നീക്കത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യയുമായി ഒട്ടാൻ കാത്തു നിൽക്കുകയായിരുന്നു ട്രംപ്. ഇന്ത്യ യു.എസ് ബന്ധത്തിൽ മഞ്ഞുരുകുന്ന സാഹചര്യമാണ് ഈ ഫോൺ കോളിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഫോണിലൂടെയുള്ള ഇരു നേതാക്കളുടെയും ഈ സംസാരം കുറെ കാലമായി ഒപ്പുവെക്കാതെ കിടന്നിരുന്ന ഇന്ത്യ യു.എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന 50% എന്ന ഭീമമായ വ്യാപാര തീരുവയിൽ ഇളവുണ്ടാകുമെന്നും ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പഴയതുപോലെ സുഗമമാക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യ യു.എസ് ബന്ധത്തിലെ മഞ്ഞുരുകിയെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതേക്കുറിച്ച് വിലയിരുത്തുന്നത്. ഇതിന്റെ പ്രത്യാഘാതം എന്തെന്ന് വരും ദിവസങ്ങളിൽ അറിയാനാവും. അതേസമയം ട്രംപുമായി ഊഷ്മളവും താല്പര്യമുണർന്നതുമായ സംഭാഷണം ഇന്ന് നടന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ദേശീയവും അന്തർദേശീയവുമായ സംഭവ വികാസങ്ങളിലെ പുരോഗതി വിലയിരുത്തി. ആഗോള സമാധാനം, സുസ്ഥിരത, പുരോഗതി എന്നിവയ്ക്ക് വേണ്ടി ഇന്ത്യയും യു.എസും ഒന്നിച്ചു പ്രവർത്തിക്കുന്നത് തുടരുമെന്നും മോദി പിന്നീട് എക്സിൽ കുറിച്ചിരുന്നു. അതേസമയം യു.എസിന് പിന്നാലെ മെക്സിക്കോയും ഇന്ത്യക്ക് മേൽ വ്യാപാര തീരുവ 50% ഉയർത്തിയെന്ന് ഡിസംബർ 11 വ്യാഴാഴ്ച പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതിന് പിന്നിൽ അമേരിക്കയുടെയും ട്രംപിന്റെയും സ്വാധീനമാണെന്ന് വ്യക്തമായിരുന്നു. ഇതാണ് ട്രംപിനോട് ഇനിയും മൗനം പാലിച്ചും ഒഴിഞ്ഞുമാറിയും മുന്നോട്ട് പോകേണ്ടെന്ന തീരുമാനത്തിലേക്ക് മോദിയെ എത്തിച്ചത്. ഏത് സന്ദർഭത്തിലാണ് നയതന്ത്രം കൃത്യമായി പ്രയോഗിക്കണമെന്നത് മോദിക്ക് അറിയാം. കാരണം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ മോദി സർക്കാർ ശ്രമിച്ചിരുന്നു. ടെക്സ്റ്റൈൽസ്, ഓട്ടോ കമ്പോണന്റുകൾ, എഞ്ചിനീയറിംഗ് ചരക്കുകൾ എന്നിവയാണ് ഇന്ത്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അതിനുള്ള പ്രധാന പ്രവേശന കവാടം മെക്സിക്കോ ആയിരുന്നു. അതാണ് ഈ ഉയർന്ന വ്യാപാര തീരുവ പ്രഖ്യാപനം കാരണം ഇന്ത്യക്ക് തിരിച്ചടിയായത്. ഇരുവരും അകൽച്ച പാലിച്ചതോടെ ശത്രുക്കൾ ട്രംപിനെ പല വിധത്തിൽ ഇന്ത്യക്കെതിരെ തിരിക്കുന്നത് തടയിടാനാണ് പരസ്പരം സംസാരിക്കുക എന്ന നയതന്ത്രത്തിലേക്ക് മോദിയും എത്തിച്ചേർന്നതെന്ന് കരുതപ്പെടുന്നു. ഇത്രയും കാലം ട്രംപ് പങ്കെടുക്കുന്ന യോഗങ്ങൾ ഒഴിവാക്കിയും ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപിന്റെ മധ്യസ്ഥ മൂലമാണെന്ന അവകാശവാദത്തെ നിഷേധിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു മോദി. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇന്ത്യക്ക് മേൽ വ്യാപാര തീരുവ 50% ഉയർത്തിയതിനു പിന്നാലെ വീണ്ടും ട്രംപ് പലവിധ പ്രതികാര നടപടികൾ കടുപ്പിക്കുകയായിരുന്നു. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യക്കെതിരായ വ്യാപാര തീരുവ 50% ഉയർത്തിയ മെക്സിക്കോയുടെ നടപടി. ഇന്ത്യയിൽ നിന്നുള്ള അരി കയറ്റുമതിക്കാർക്കെതിരെയും ട്രംപ് തിരിയുമെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് സംസാരിക്കേണ്ട സന്ദർഭമെന്ന് മോദി തീരുമാനിച്ചത്. അത് ശുഭകരമായ വഴിത്തിരിവുകളിലേക്ക് ഇന്ത്യ യു.എസ് ബന്ധത്തെ ഭാവിയിൽ നയിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.